ഹായ് ഓൾ വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പം ഇന്ന് എൻ്റെ ഗാർഡനിലത്തെ ഒരു കോർണർ ഞാൻ അറേഞ്ച് ചെയ്തു ഒരുപോലത്തെ ഇലകളുള്ള പ്ലാന്റ്സ് വെച്ചിട്ട്. അപ്പോൾ ആ കോർണറിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ കോർണറിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഒരുപോലെ ഇലയുള്ള നീണ്ടു നിൽക്കുന്ന പച്ചയും വെള്ളയും അതുപോലെ കുറച്ച് കളർഫുൾ കോമ്പിനേഷൻസൊക്കെ വരുന്ന എല്ലാ ചെടികളും ഞാനിവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കോർണറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സും അതിൻ്റെ വിശേഷങ്ങളും പറയാം. അപ്പം ഏറ്റവും മുകളിലത്തെ റോലായിട്ട് റിയോ പ്ലാന്റ്സ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി 3 ടൈപ്പ് റിയോ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നല്ല ഒരു മഞ്ഞയോട് കൂടി പച്ചയോടും കൂടിയും കലർന്നിട്ടുള്ളൊരു റിയോ പ്ലാന്റ്, പിന്നെ ഫുൾ പച്ചയായിട്ടുള്ളൊരു റിയോ പ്ലാന്റ്, പിന്നെ ഒരു റിയോ ട്രൈക്ലർ എന്ന് പറയുന്ന ഒരു തരം റിയോ പ്ലാന്റ്. അതായത് 3 തരം കളേഴ്സ് ആ ഒരു ഇതിൽ വരും. അങ്ങനെ 3 ടൈപ്പ് ഓഫ് റിയോ പ്ലാന്റ്സ് ആണ് ഈ ഒരു റോല് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഗാർഡനിൽ നല്ല രീതിയിലൊരു കളർഫുൾനെസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റാണ് കേട്ടോ ഈ റിയോ പ്ലാന്റ്. അത് അടുപ്പിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഗാർഡൻ ഒരുപാട് കളർഫുള്ളായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല പർപ്പിൾ കളറാണ് ഇലകളുടെ അടിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ റിയോ പ്ലാന്റ്സ്. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഡ്രസീന റിഫ്ലക്സ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകളിൽ തന്നെ വൈറ്റും അതുപോലെ യെല്ലോയും ഗ്രീൻ കളറും പാരലായിട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഉള്ളത്. ഇത് നല്ല ഹൈറ്റ് വയ്ക്കും. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം. അപ്പോൾ പ്രൂൺ ചെയ്ത ഭാഗങ്ങൾ കമ്പ് ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊപ്പഗേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ സോങ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് പ്ലാന്റ് റീഡ് കാനറി പ്ലാന്റ് അല്ലെങ്കിൽ റിബൺ ഗ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഒരു റിബണിൻ്റെ പോലെ ഇലകളുള്ള കാരണം കൊണ്ടാണ് ഇതിനെ കോമൺ ആയിട്ട് എല്ലാവരും റിബൺ ഗ്രാസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് യാതൊരു വിധ കെയറും കൊടുക്കാണ്ട് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഏത് മണ്ണിൽ വെച്ചാലും എവിടെ വെച്ചാലും നല്ല രീതിയിൽ തന്നെ വളരുന്ന, പെട്ടെന്ന് തന്നെ ചട്ടി നിറഞ്ഞ് വളരുന്ന ഒരു പ്ലാന്റാണ് ഈ റിബൺ ഗ്രാസ്. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റുന്ന ഗാർഡനിലൊരു കളർഫുൾനെസ് കൊണ്ടുവരുന്ന ഒരു ചെടിയാണിത്. നെക്സ്റ്റ് പ്ലാന്റാണ് അഗാവേ പ്ലാന്റ്. അതായത് ഒരു 100-ൽ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ അഗാവേ പ്ലാന്റ്. ഇത് നോർമലി നമ്മൾ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വലുതാവും. പക്ഷെ നമ്മൾ കുഞ്ഞു ചട്ടിയിൽ നട്ടിട്ട് അതിനെ നമ്മുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ പ്ലാന്റ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുതാവും. അപ്പോൾ ഒരു 100 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്ന ഈ പ്ലാന്റ് അതിൻ്റെ ആയുസ് തീരാറാവുമ്പോൾ ഒരു ഫ്ലവർ പുറപ്പെടുവിക്കും. ഇപ്പോൾ നിങ്ങൾ പാർക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചെടി ഉണ്ടെങ്കിൽ ഒരു വലിയൊരു സ്പൈക്ക് വന്നിട്ട് അതിന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. വളരെ വലുതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ മോസ്റ്റ് ഓഫ് ദി അഗാവേ പ്ലാന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്ലവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നശിക്കും. ഫ്ലവർ വരും, അതിൻ്റെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ ആയുസ് തീരുമ്പോൾ അത് നശിക്കും. അങ്ങനെയാണ് ഈ ഒരു ചെടിയുടെ ലൈഫ് സൈക്കിൾ പോകുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് ബ്രൊമീലിയാഡ് വർഗ്ഗത്തിൽ പെട്ട ഒരു പ്ലാന്റാണ്. ഇത് ഫാൾസ് പൈനാപ്പിൾ, ഓർണമെൻ്റൽ പൈനാപ്പിൾ എന്നൊക്കെ പറയും. ഇതിലൊരു പൈനാപ്പിൾ പോലത്തെ ഒരു കായ ഉണ്ടായിരിക്കും. അത്ര വലിപ്പം ഉണ്ടാവില്ല, ചെറുതാണ്. പക്ഷെ അത് എഡിബിൾ അല്ല, കഴിക്കാനൊന്നും പറ്റില്ല. ഇത് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഓർണമെൻ്റൽ പർപ്പസിന് വളർത്തുന്ന ഒരു പ്ലാന്റാണ് ഈ ഫാൾസ് പൈനാപ്പിൾ അല്ലെങ്കിൽ ഓർണമെൻ്റൽ പൈനാപ്പിൾ. അടുത്ത ചെടി പെൻഡാനസ് ചെടിയാണ്. സ്പൈഡർ പ്ലാന്റ് ആയിട്ട് തെറ്റിദ്ധരിക്കാനായിട്ട് വളരെ ചാൻസ് ഉള്ളൊരു ചെടിയാണ് ഈ പെൻഡാനസ്. അപ്പം പെൻഡാനസിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് ഉള്ളിൽ നല്ലൊരു യെല്ലോ കളർ വന്നിട്ട് ഒരു ഗ്രീൻ കളർ ബോർഡർ ആയിരിക്കും. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഉള്ളിൽ ഗ്രീൻ കളറും അതുപോലെ വൈറ്റ് കളർ ബോർഡേഴ്സുമാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ലീഫിനുള്ളത്. രണ്ടും തമ്മിൽ രൂപസാദൃശ്യമുള്ള ചെടികളാണ്. രണ്ടായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ചട്ടി നിറഞ്ഞ് തന്നെ തിക്കായിട്ട് ഉണ്ടാക്കുന്ന ചെടികളാണ് ഈ പെൻഡാനസ് ആയാലും സ്പൈഡർ പ്ലാന്റ് ആയാലും ഉള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ വീണ്ടും എൻ്റെ ഒരു അഗാവേ പ്ലാന്റ് ഉണ്ട്. നേരത്തെ കാണിച്ചതിനേക്കാളും കളറിൽ ചെറിയൊരു വ്യത്യാസമുള്ളൊരു അഗാവേ പ്ലാന്റ് ആണ്. ഒരുപാട് തരത്തിലുള്ള അഗാവേ പ്ലാന്റ്സ് ഉണ്ട്. ഇത് കുറച്ചും കൂടി എൻ്റെ വലുതായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ വെരിഗേഷൻസ് കൂടുതൽ വരുന്നൊരു വലിയ അഗാവേ പ്ലാന്റ് ആണ് ഈ ഒരു ചെടി. അത് ഞാൻ നടുക്കിൽ തന്നെ ഈ അറേഞ്ച്മെൻറ്റിന് നടുക്കിൽ തന്നെയായിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ കൂടുതലുള്ളത് പെൻഡാനസ് പ്ലാന്റും അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റും ആണ്. ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ ഇലയുടെ അരികുകളിലായിട്ട് നല്ലൊരു സൂചി പോലെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൈയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി മുറിയും. എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ഒരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരും. എന്തായാലും ഇതിൻ്റെ പേര് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെടി എന്തുട്ടാന്ന് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സെയിം ടൈപ്പ് ഇലയായിട്ടുള്ള വേറൊരു ചെടി കൂടി എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഈ മാംഗോ ഗ്രാസ്. അത് അവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് മാംഗോ ഗ്രാസ്. ഇതിൻ്റെ ഡ്വാർഫ് മാംഗോ ഗ്രാസ്, അതായത് ചെറിയ വർഗ്ഗത്തിൽ പെട്ട ചെടികളുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഇലകളായിട്ട് വരുന്ന തരം മാംഗോ ഗ്രാസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.